എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ബംഗാളിലെ സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗമാണിത്. ബംഗാളിലെ സാഹിത്യകാരനായ ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, CR ദാസ്, മഹാദേവ് ഗോവിന്ദ റാനാഡെ തുടങ്ങിയവരാണ്. പ്രധാന ദേശീയ സാഹിത്യകാരന്മാർ അവർ രചിച്ച ഭാഷ: ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി, ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ്, വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്ത, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് ഹിന്ദി, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. ഒന്നുകൂടെ നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി, ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ്, വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്ത, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് ഹിന്ദി, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ചുവടെ ചേർക്കുന്നു. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്: സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു, ആധുനിക വിദ്യാഭ്യാസത്തിന് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു, ബ്രഹ്മസമാജം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു, ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി, സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു, വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അടുത്ത ജ്യോതിറാവ് ഫുലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫുലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ജ്യോതിറാവ് ഫുലെ രൂപം നൽകിയ സംഘടനയാണ് സത്യശോധക് സമാജം. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സത്യശോധക് സമാജ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. മഹാത്മാ എന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വിളിച്ചത് ജ്യോതിറാവ് ഫുലെയാണ്. പണ്ഡിത രമാബായ് ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു.
ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ആര്യ മഹിളാ സമാജ സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അപ്പോൾ വിധവകളുടെ പുനരധിവാസത്തിന് ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചത് പണ്ഡിത രമാബായി. 1889 ബോംബെയിൽ വച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തു. പണ്ഡിത രമാബായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1889 ബോംബെ സമ്മേളനം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ സ്ഥാപകരും പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബാവിഡ്സ്കി കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുചരണ പരിപാലന സംഘം അയ്യങ്കാളി. ഒന്നുകൂടെ നോക്കാം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബാവഡ്സ്കി കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തിലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജല പരിപാലന സംഘം അയ്യങ്കാളി. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിൻ്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ അസോസിയേഷൻ, അതിൻ്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ട. നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭ, പ്രവർത്തന കേന്ദ്രം മദ്രാസ്. M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെ, ഫിറോസ് ഷാ മേത്ത, KT തെലാങ്, ബദറുദ്ദീൻ ദിയാബ്ജി. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ചുവടെ നൽകിയിട്ടുള്ളത്: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദം വളർത്തുക, ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യകളുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പാക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയുടെ കേന്ദ്രങ്ങൾ അനുവദിക്കുക. വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. ഇത് പറഞ്ഞത് HS റിസ്ലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇത്
CR ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി CR ശങ്കരൻ നാരായണൻ. 1897 അമരാവതി കോൺഗ്രസിലാണ് ഇദ്ദേഹം അധ്യക്ഷനായിരുന്നത്. CR ശങ്കരൻ നായർ. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യകളുടെ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കൾസൺ പ്രഭു വാദിച്ചത്. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയത് കൾസൺ പ്രഭു ആയിരുന്നു. ബംഗാൾ വിഭജനം. ബംഗാളിലെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തോടു കൂടെയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. സ്വാശ്രയത്വം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളുടെ മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, V. ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. മിതവാദികളും തീവ്രദേശവാദികളും. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫിറോസ് ഷാ മേത്ത, ഗോപാൽ കൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. മിതവാദികൾ പ്രധാനികളാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെ യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. തീവ്രവാദികൾ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ രൂക്ഷമായി. 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായത്. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. സർവ്വേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം. ആഗാഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാകുകയും 1906 സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906. ലാൽ ബാൽ പാൽ. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടു. അപ്പം ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ.
ഹോം റൂൾ ലീഗ്. ആനി ബെസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ആനി ബെസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗ് പ്രവർത്തനം ആരംഭിച്ചത്. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചരണത്തിനായി ആനി ബെസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബെസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആനി ബെസന്റ് കോൺഗ്രസ് അധ്യക്ഷയായ സമരം 1917 കൊൽക്കട്ട സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബെസന്റ്. ഐക്യത്തിൻ്റെ ലക്നൗ. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. 1916 കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രദേശവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ തീവ്രദേശവാദികളും മിതവാദികളും ഒരുമിച്ച് ചേരാനിടയായ സമ്മേളനം 1916 ലക്നൗ സമ്മേളനമാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. വിപ്ലവ സംഘടനകൾ. സ്ഥലം, നേതൃത്വം. അനുശീലൻ സമിതി, ബംഗാൾ. സച്ചേന്ദ്രനാഥ് സന്യാൽ, അരബിന്ദ ഘോഷ്. ഭാരതമാത അസോസിയേഷൻ, മദ്രാസ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി, ബംഗാൾ. രാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദാർ പാർട്ടി, അമേരിക്ക, ലാല ഹർദയാൽ. ഒന്നുകൂടെ നോക്കാം. അനുശീലൻ സമിതി, ബംഗാൾ. സച്ചേന്ദ്രനാഥ് സന്യാൽ, അരബിന്ദ ഘോഷ്. ഭാരതമാത അസോസിയേഷൻ, മദ്രാസ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി, ബംഗാൾ. രാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദർ പാർട്ടി, അമേരിക്ക, ലാല ഹർദയാൽ.